കോഴിക്കോടിന്റെ മുത്ത്, അതെ, ജിബിൻ പുത്തഞ്ചേരി on to the stage. ഭക്ഷണ കാര്യങ്ങളിൽ പേര് കേട്ട സ്നേഹത്തിന്റെ തനിമയും മഹിമയും രുചിച്ചറിഞ്ഞ കോഴിക്കോടിന് കലാരംഗത്തുകൂടി 2 വീടുകളാണ് ജിബിൻ പുത്തഞ്ചേരിയെ പോലെ സുരഭി ലക്ഷ്മി. അടുത്തതായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തെലുഗു തമിഴ് സിനിമകളിൽ കാലെടുത്ത് വെച്ച് ഉയർത്തുന്ന ഒറ്റ സോങ്ങിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ Yes, now it is the time to invite the Gonjan, the Gonjias, the most exciting and the most amazing star to you. That is എല്ലാവരുടെയും ഹൃദയങ്ങൾ കൈയടക്കിയ the one and only Yes, മലയാളിക്ക് അഹങ്കാരമാണ്, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ് the one and only Tobino Thomas on the stage. So now, ഈ ഒരു സിനിമയ്ക്ക് എല്ലാവരുടെയും ചുക്കാൻ പിടിച്ച അതിനെ ജീവനും തേജസ്സും ഉൾക്കൊണ്ട് അതിനെ യഥാർത്ഥ ജീവൻ ലഭിച്ചത് അതിന്റെ ഡയറക്ടറാണ് മിസ്റ്റർ ജിബിൻ ലാൽ. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. So now, let me invite. ഞാൻ ഒരുപാട് നേരമായി നിങ്ങളോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളോട് ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കേണ്ടത് നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ആളുകളുടെ സംസാരമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻവൈറ്റ് എല്ലാ ക്രൂവിനെയും ഈ ഒരു വേദിയിലേക്ക്, കാലിക്കറ്റിലെ ഈ ഒരു മണ്ണിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നല്ലൊരു കൈയ്യടി കൊടുക്കാമോ ചെയ്യുകയാണ്. യെസ്, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സിനിമയുടെ ജീവനും തേജസ്സും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതെല്ലാം ഉൾക്കൊള്ളിച്ച് ഈ ഒരു സിനിമയെ സിനിമയാക്കി മാറ്റിയ ഡയറക്ടർ ജിബിൻ ലാൽ, അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് മൈക്ക് കൈമാറുന്നു. ഹലോ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ഞാൻ ടോവിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൂതുറയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ്. ടോവി നല്ല വേദിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് ടോവിയുടെ കൂടെ ആരും സെൽഫി എടുക്കാതിരുന്നപ്പോൾ ഞാൻ ചെന്ന് സെൽഫി എടുത്തു. ഇന്ന് വീണ്ടും ഞാൻ അതേ കോഴിക്കോട് വന്നിട്ട് അതേ ടോവിയുടെ കൂടെ ഒരു സിനിമ ചെയ്ത് ഡയറക്ടറായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയ വളരെ വിശ്വസിക്കുന്നു അല്ലേ? മണിയല്ലേ മണിയൻ. അപ്പോ എല്ലായിടത്തുനിന്നും കേരളത്തിൽ നിന്നും പുറത്തുനിന്നും എല്ലായിടത്തുനിന്നും കിട്ടുന്ന റെസ്പോൺസ് വളരെ സന്തോഷം തരുന്നതാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഇത് ഒറ്റയ്ക്കുള്ളൊരു എഫേർട്ടല്ല. എൻ്റെ ഒപ്പം ഒരുപാട് ടെക്നീഷ്യൻസും ഒരുപാട് ആർട്ടിസ്റ്റും പ്രൊമോഷന്റെ ഭാഗമായിട്ട് പ്രോഗ്രാമാണ് കാലിക്കറ്റിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ നാട് തലശ്ശേരിയാണ്, പക്ഷേ ജനിച്ചു വളർന്നതെല്ലാം കോയമ്പത്തൂരാണ്. അപ്പം ക്ലോസ്ലി കണക്റ്റഡ് ആണ് തലശ്ശേരി ആയിട്ട്. പിന്നെ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ കാലിക്കറ്റ് വഴിയാണ് പോകുന്നത്. ഞാൻ പിന്നെ എപ്പോഴും കാലിക്കറ്റ് ക്രൗഡിനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് അത് കാണുന്നത്. ഭയങ്കര വൈബ്. താങ്ക് യു സോ മച്ച്. ബിക്കോസ് ടോബി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ടോബിയുടെ ഒരു സിനിമയുടെ പ്രൊമോഷന് വന്നപ്പോൾ ഇവിടെ വന്ന ക്രൗഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തു. താങ്ക് യു സോ മച്ച്. അതിന്റെ രണ്ടാം മോഷണം ടോബിയുടെ കൂടെ എൻ്റെ മൂന്നാമത്തെ സിനിമ മായനദി കൽക്കി കഴിഞ്ഞത് മൂന്നാമത്തെ സിനിമയാണ്. ടോബി ഇപ്പം ഹാഫ് സെഞ്ചുറി അടിച്ചു. ഇന്നും സെഞ്ചുറി അടിക്കണം, ഇന്നും കുറെ സെഞ്ചുറീസ് അടിക്കണം എന്നാണ് വിഷ്. ആൻഡ് ലോട്സ് ഓഫ് ലവ് ടു. അവിടുന്ന് ഇവിടുന്നൊക്കെ കാണുന്നതാണ് ഞാൻ
അങ്ങനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നിങ്ങൾ ഇത്ര ആരവം വെക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. ഞാൻ വളരെയധികം എൻ്റെ ബഹുമാനത്തോട് കൂടിയിട്ട് കാണുന്ന ഒരു പറ്റം കലാകാരന്മാരാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. താങ്ക് യു ജിതിൻ. ഇതേപോലെ ഒരു കുട്ടി ടൗസർ ഇട്ട് എന്ന് നിന്റെ മൊയ്തീനിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ നീ സിനിമ എടുക്കുമ്പോ എനിക്കൊരു റോള് തരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ വേഗം പോയി നിന്നിട്ട് കാത്തിരുന്നു ആ പാട്ടിൽ അഭിനയിച്ചത്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഉറപ്പായിട്ട് തിരുങ്ങിൽ വേഗം പോയി അഭിനയിക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടതാണ്. പക്ഷെ അദ്ദേഹം സിനിമ എടുത്തപ്പോൾ ആ മൊയ്തീനിൽ പറയുന്നത് പോലെ വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നെ മണിയുടെ മാണിക്യമായിട്ട് തന്നെ വിളിച്ചു. താങ്ക് യു സോ മച്ച്. മാണിക്യത്തിനെ ഇത്രയും വലിയൊരു മാണിക്യമാക്കി മാറ്റി എന്റെ മാണിക്യം സുജിത്തേട്ടൻ, അതുപോലെ തന്നെ ജിതിൻ, ഞങ്ങളുടെ ഇപ്പൊ ഇവിടെ ഇല്ല നമ്മുടെ ജോമോൻ ചേട്ടൻ തുടങ്ങി ഇതിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ദിബു ചേട്ടൻ, മ്യൂസിക്, അങ്ങനെ എല്ലാവരോടുമുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. കോഴിക്കോടിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ട് എൻ്റെ സിനിമാ കരിയറിൽ ഒരു മാണിക്യത്തിന് എനിക്ക് തന്നതിന് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നൊരു നന്ദി ഇവരോട് പറയണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അതല്ല, ടൊവിനോ തോമസിന്റെ ഒരു നായിക കൂടി ആയിട്ടും കൂടെ അങ്ങനെ 2 ഏജിൽ ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പം ഞാൻ ടൊവിയോട് ചോദിച്ചു, ഇത്രയും സുന്ദരനായ ടൊവിയോട് ചോദിച്ചു, തൃശ്ശയൊക്കെ ആണല്ലോ അടുത്തത്, ഞാൻ എന്തെങ്കിലും സൗന്ദര്യപരമായിട്ട് വേണ്ട. അപ്പൊ ജിതിൻ പറഞ്ഞു, ഞങ്ങൾ നിന്റെ ലെവലിലേക്ക് ടൊവിയെ മാറ്റാം എന്ന് പറഞ്ഞ് ടൊവിയെ നല്ല ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടില്ലേ മണിയനായിട്ട്. അതിന് റോണക്സിനോടും അതുപോലെ തന്നെ നമ്മളെ പ്രവീൺ എന്ന് പറഞ്ഞ ചേട്ടനോടുള്ള ഒരു നന്ദിയും കൂടെ ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ്. ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. എനിക്ക് ഞാൻ ടൊവിനോ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടന്റെ കൂടെ അഭിനയിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു നടൻ വേഷത്തെ നൽകിക്കൊണ്ട് എല്ലാ മൊച്ചന്മാരുടെയും ഹൃദയത്തിൽ ആ സ്ഥാനം പിടിച്ച മൊച്ചത്തെ ഉണ്ടല്ലോ, ബുള്ളറ്റ് എന്ന ആ ഒരു സോങ്ങിലൂടെ മലയാളികളുടെ ഇടനെഞ്ചിൽ ആ ഹരം കൊള്ളിച്ച കൃതിക ഷെട്ടി. So we are very proud to invite you in this ceremony. Are you comfortable with Malayalam? Yeah, I can understand. Parayo. Parayo. Yes. Adivali. Okay, then what do you want to say for this crowd in Calicut? Namaskaram, Calicut. Adivali. So all thanks to Jitin. Thank you, Jitin, for making me part of this dream. So happy to come here and see you all, and our team has put in so much hard work. It's so happy to hear all the good responses and the hard work being paid off. So ma'am, we are beyond our expectation. Your Malayalam have catch out beyond our expectation. So what do you want to say from you to this Calicut people? I just want to say I love you to everyone. Could you say in Malayalam? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. Thank you so much. Thank you everyone. Yes. So കൃതിക ഷെട്ടി നായികയായി, ടൊവിനോ നായകനായി, ലോകോത്തര. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതൊക്കെയാണോ അറിയില്ല, ഞാനെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ടൊവിനോ തോമസ്. ഒരുപാട് നാള് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇവിടെ കോഴിക്കോട് പല സിനിമകളായിട്ട് ഞങ്ങള് കേട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ആളുകളെയും ഇവിടുത്തെ ഭക്ഷണവും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ഓക്കെ, ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഏതാണ്? ഏറ്റവും ഇഷ്ടം? എനിക്ക് കല്ലുമുക്കായെ കുറിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. കഴിച്ചായിരുന്നോ ഇവിടെ വന്നിട്ട്? കഴിച്ചായിരുന്നോ? ഇപ്പൊ കഴിച്ചിട്ടില്ല, പക്ഷെ സ്ഥിരം കഴിക്കാറുണ്ട്. കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോ ഞങ്ങളിവിടെ ഞങ്ങളുടെ സിനിമയുടെ പ്രമോഷന് വന്നിരിക്കുന്നതല്ല. കാര്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആ സിനിമ ഏറ്റെടുത്തു എന്നുള്ളത് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലാണ് ആ സിനിമ. മൗത്ത് പബ്ലിസിറ്റി മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ. താങ്ക് യു.
സോ ടൊവിനോ ചേട്ടാ, നമ്മുടെ അജയന്റെ രണ്ടാം മോഷണം എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ ഒന്നാമത്തെ മോഷണം എവിടെയായിരുന്നു, എന്തായിരുന്നു? സിനിമ കണ്ടില്ല അല്ലേ? ഏ? സിനിമ കണ്ടോ? ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഓക്കെ, സിനിമ കണ്ടാൽ മനസ്സിലാവും എന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ നിങ്ങൾ എല്ലാവരും കൂടെ പ്ലീസ്? അത് സിനിമയിൽ എഴുതി കാണിക്കും, ഒന്നാം മോഷണവും രണ്ടാം മോഷണം. ഓക്കെ, നിങ്ങൾ ഇന്നലെ ശ്രദ്ധിക്കാതെ release ചെയ്തതല്ലേ ഉള്ളൂ, ഇന്ന് കാണാൻ സമയം കിട്ടിയില്ല. കുഴപ്പമില്ല, സമയമുണ്ടല്ലോ. സമയമുണ്ടല്ലോ, ഇന്ന് രണ്ട് രാത്രി പ്രാവശ്യം കണ്ടാൽ മതി, നാളേക്ക് വെക്കണ്ട. ഓണത്തിന്റെ നിങ്ങളുടെ ആഘോഷങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂടെ കൂട്ടുക, ഞങ്ങളുടെ പടത്തിനെ കൂടെ കൂട്ടുക. അത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങളും ഇതിനോടകം കണ്ടിട്ടുണ്ടാവാം, കണ്ടിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവാം, കാണാത്ത ആൾക്കാരുണ്ടാവാം, സമയമുണ്ട്. പക്ഷെ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും എങ്ങനെയുണ്ട് സിനിമ എന്നുള്ള കാര്യം. അത് കാരണം ഞാനായിട്ട് ഈ സിനിമയെ പറ്റിയിട്ട് അധികമായിട്ട് പറയേണ്ട. കൃതി ഷെട്ടി, സഞ്ജു, സുഹിതേട്ടൻ, ഹരീഷേട്ടൻ, ഇവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ കാണാനും ഞങ്ങൾക്ക് തരുന്ന ഈ സ്നേഹത്തിന് ഒരു നന്ദി പറയാനും തുടർന്ന് അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷ നിങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ടാണ്. ഉണ്ടാവില്ലേ? അത് മതി. കോഴിക്കോട് വരുന്ന സമയത്ത് എപ്പോഴും ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഒരുപാട് സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കോഴിക്കോട് വരാനായിട്ട് എല്ലാ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടും ഞാൻ കോഴിക്കോട് വരാറുണ്ട്. അപ്പൊ ഇനിയും വീണ്ടും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം, സിനിമയുടെ പ്രമോഷനായിട്ട് കാണാം, അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് കാണാം. പിന്നെ എൻ്റെ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളതും അതല്ലാതെ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ആളുകൾക്കും ഇവിടെ വെച്ച് ഒരു നന്ദി പറയണം. ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ ഒരുമിച്ച് നിന്ന് ചെയ്ത ഒരു സിനിമയാണ്. അതിന്റെ ഗുണം നിങ്ങൾക്ക് ആ സിനിമയിൽ കാണാനും പറ്റും. ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ്. അതിന് അങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. സിനിമ ഇറങ്ങി, പക്ഷെ ആ സൗഹൃദം എന്നും നിലനിൽക്കും എന്നുള്ളത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ബാക്കി ഇനിയും കാണാം, സിനിമകൾ കാണും. കണ്ട് ഇഷ്ടപ്പെട്ടാൽ 4 പേരോട് പറയും ഞങ്ങളുടെ സിനിമ നല്ലതാണെന്ന്. ഞങ്ങൾക്കത് വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു സോ മച്ച്. ആയിട്ടൊരു ആർട്ടിസ്റ്റ് ടൊവിനോയുടെ ചിത്രം വരച്ചിട്ടുണ്ട്. സോ യെസ്, അവരുടെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യെസ്, നിറഞ്ഞൊരു കൈയ്യടി പ്ലീസ്. സോ മറ്റൊരു താങ്ക് യു സോ മച്ച്. ഇനി ഇത് 100ലേക്കും ഒക്കെ കിടക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു കോഴിക്കോട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ കാണണം. ഓണത്തിന് എല്ലാ സിനിമയും സപ്പോർട്ട് ചെയ്യണം.